പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിലെ 13ഉം 14ഉം അധ്യായങ്ങളാണ്. അധ്യായം 13. അമ്നോനും താമാറും. ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. ദാവീദിന്റെ സഹോദരൻ ഷിമയായുടെ മകനായ അവൻ വലിയ ശൂത്രശാലിയായിരുന്നു. അവൻ അമ്നോനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർത്തനായി കാണപ്പെടുന്നതെന്ത്? എന്റെ സഹോദരൻ അബ്സലോമിന്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു. അമ്നോൻ മറുപടി പറഞ്ഞു. യോനാദാബ് ഉപദേശിച്ചു, രോഗം നടിച്ചു കിടക്കുക. നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുൻപിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പി തരട്ടെ. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമാർ തന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണുകെ അട ചുട്ടു. അവൾ അത് വറചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അമ്നോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക. താമാർ അടയെടുത്ത് തന്റെ സഹോദരനായ അമ്നോന്റെ മുറിയിൽ ചെന്നു. അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച്, സഹോദരി, എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ? വഷളത്വം പ്രവർത്തിക്കരുത്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ. ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ കേണപേക്ഷിച്ചു. അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല. ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക, അമ്നോൻ അവളോട് പറഞ്ഞു. ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അവൾ പറഞ്ഞു. എങ്കിലും അവൻ അത് ശ്രദ്ധിച്ചില്ല. തന്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവളെ എന്റെ മുൻപിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. ഭൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു. താമാർ തലയിൽ ചാരം വിതറി. താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു,
നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെ ആയിരുന്നുവോ? ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക, അവൻ നിന്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുത്. അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാകിനിയുമായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു. അബ്സലോം ആകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തന്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അബ്സലോമിന്റെ പ്രതികാരം. 2 വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രായിം പട്ടണത്തിനടുത്ത് ബാൽഹസോറിൽ വെച്ച് ആടുകളെ രോമം കത്രിക്കുന്ന ഉത്സവം ഉണ്ടായിരുന്നു. രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു. അബ്സലോം രാജസന്നിധിയിൽ ചെന്നു പറഞ്ഞു, തിരുമേനി, എന്റെ ആടുകളെ രോമം കത്രിക്കുകയാണ്. അങ്ങ് സേവകരുമൊത്ത് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം. ഇല്ല മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായി തീരും. രാജാവ് മറുപടി പറഞ്ഞു. അബ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു. അപ്പോൾ അബ്സലോം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ. അവൻ പോരുന്നത് എന്തിന്? രാജാവ് ചോദിച്ചു. എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു. അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി, അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്നു ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു. രാജകുമാരന്മാർ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അബ്സലോം അവരെയെല്ലാം കൊന്നു. ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി. രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി. എന്നാൽ ദാവീദിന്റെ സഹോദരൻ ഷിമയായുടെ മകൻ യോനാദാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരി താമാറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ഉറച്ചിരുന്നുവെന്ന് വ്യക്തം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അബ്സലോം ഓടിപ്പോയി. ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹെറോണായിമിൽ നിന്നുള്ള പാത വഴി മലയിറങ്ങി വരുന്നത് കാവൽ ഭടന്മാരിൽ ഒരുവൻ കണ്ടു. അവൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു, അതാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു. അവൻ ഇത് പറഞ്ഞു തീർന്നയുടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു. രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു. അബ്സലോം ഓടി അമ്മിഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു. തന്റെ മകൻ അമ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു. ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ 3 വർഷം താമസിച്ചു. അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു. അധ്യായം 14. അബ്സലോമിന്റെ തിരിച്ചുവരവ്. രാജാവിന്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നുവെന്ന് സെരൂയയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ച് സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി. നീ ഒരു വിലാപക്കാരിയായി നടിക്കുക. വിലാപ വസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെ കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെ പോലെ പെരുമാറുക. എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. തെക്കോവാക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ പറഞ്ഞു, തിരുമേനി സഹായിക്കണമേ. എന്താണ് നിന്റെ പ്രശ്നം? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, അടിയൻ ഒരു വിധവയത്രേ. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു.
ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു. ഇപ്പോഴോ എന്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സഹോദരനെ കൊന്നവനെ വിട്ടുതരുക. മരിച്ചവന് വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ. അങ്ങനെ അവന്റെ വംശം നശിപ്പിക്കട്ടെ എന്നു പറയുന്നു. ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർ കെടുത്തും. എന്റെ ഭർത്താവിന്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരവകാശി പോലും ഇല്ലാതെയാകും. അപ്പോൾ രാജാവ് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കോവക്കാരി പറഞ്ഞു, തിരുമേനി, കുറ്റം എന്റെയും എന്റെ പിതൃഗൃഹത്തിന്റെയും മേൽ ഇരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല, രാജാവ് കൽപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എന്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. രാജാവ് പറഞ്ഞു, കർത്താവാണേ, നിന്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും വീണു പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ. പറയുക. രാജാവ് അനുവദിച്ചു. അവൾ പറഞ്ഞു, പിന്നെന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റു ചെയ്തിരിക്കുന്നു? പ്രവാസത്തിൽ നിന്ന് സ്വപുത്രനെ മടക്കിക്കൊണ്ടുവരാത്തതുകൊണ്ട് അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ബഹിഷ്കരിച്ചവനെ എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള മാർഗം തേടുന്നവന്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല. ജനം എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം എന്റെ യജമാനനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, രാജാവിനോട് പറയാം. ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും. എന്നെയും എന്റെ പുത്രനെയും കൊന്ന് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എന്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും. എന്റെ യജമാനനായ രാജാവിന്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും. എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എന്റെ യജമാനനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. രാജാവ് അവളോട് പറഞ്ഞു, യജമാനനെ അരുൾ ചെയ്താലും. അവൾ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ കരങ്ങളാണോ ഉള്ളത്? യജമാനനെ, അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടെന്ന് അവൾ പറഞ്ഞു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, യജമാനനെ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങേക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങ് അടിയന്റെ അപേക്ഷ അനുവദിച്ചല്ലോ. യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ, എനിക്ക് അവനെ കാണേണ്ട, രാജാവ് കൽപ്പിച്ചു. അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരും ഉണ്ടായിരുന്നില്ല. അടിമുതൽ മുടി വരെ തികവുറ്റവനായിരുന്നു അവൻ. അവന്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിൽ ഒരിക്കലാണത് വെട്ടുക. മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത്. കത്രിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അബ്സലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു പുത്രിയും ജനിച്ചു. അവൾ അതീവ സുന്ദരിയായിരുന്നു. രാജസന്നിധിയിൽ ചെല്ലാതെ 2 സംവത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു. രാജാവിന്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു. എന്നാൽ യോവാബ് അവന്റെ അടുക്കൽ ചെന്നില്ല.
അവൻ രണ്ടാമതും ആളയച്ചു. യോവാബ് ചെന്നില്ല. അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യോവാബിന്റെ വയൽ എന്റേതിനടുത്താണല്ലോ, അതിൽ യവം വളരുന്നു. നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കൂ. അങ്ങനെ അബ്സലോമിന്റെ ഭൃത്യന്മാർ വയലിന് തീ വെച്ചു. യോവാബ് അബ്സലോമിന്റെ വീട്ടിൽ ചെന്ന്, നിന്റെ ദാസന്മാർ എന്റെ വയലിന് തീ വച്ചത് എന്തിന് എന്ന് അവനോട് ചോദിച്ചു. ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞതുകൊണ്ട് തന്നെ. ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിന്? അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു. അബ്സലോം മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു.